എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, വൈ ഈസ് ലൈഫ് സോ ഡിഫിക്കൾട്ട്? ഈ ജീവിതത്തിൽ എന്താണ് ഇത്രത്തോളം പ്രശ്നങ്ങൾ വരുന്നത്? എന്തെടുത്താലും പ്രശ്നങ്ങളാണല്ലോ, എന്താണിങ്ങനെ? സോ ഈ ഒരു യൂണിവേഴ്സൽ ക്വസ്റ്റ്യൻ, വൈ ഈസ് ലൈഫ് സോ ഡിഫിക്കൾട്ട് എന്നതിന് ഉത്തരം പറയുകയാണ് ഞാനിന്ന്. എൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമല്ലോ എന്നൊക്കെ ഞാൻ കമൻറ്റ് വായിച്ച് നോക്കാം. ബട്ട് നമുക്കിന്ന് ഈ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലോർ ചെയ്താലോ? വൈ ഈസ് ലൈഫ് സോ ഡിഫിക്കൾട്ട്? സോ ആസ് ഓൾവേസ് ഈ ഒരു ക്വസ്റ്റ്യനും അറൈസ് ചെയ്തത് എൻ്റെ ഇൻസ്റ്റഗ്രാം ഫീൽഡിൽ നിന്നുമാണ്. ഒരു ഫോളോവറാണ് ചോദിച്ചത്, വൈ ഈസ് ലൈഫ് സോ ഡിഫിക്കൾട്ട്? അപ്പോൾ ഞാനതിന് ഉത്തരം പറഞ്ഞു, ടു മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ് എന്ന് ഉത്തരം പറഞ്ഞു. ഒത്തിരി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്താണ് ഞാൻ ആ ഒരു ഷോർട്ട് ലൈൻ ആൻസറായിട്ട് പറഞ്ഞത്, ടു മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. എന്നാൽ ചിന്തിച്ച് നോക്കുമ്പം അതൊത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. വൈ ഈസ് ലൈഫ് സോ ഡിഫിക്കൾട്ട് ആൻഡ് വൈ ഈസ് ഇറ്റ് ഡിഫിക്കൾട്ട് സോ ദറ്റ് ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്? സോ ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കുക്കിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ ഇഷ്ടമാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളുടെ കൂടെ ചെയ്യാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്സിന് ഫാമിലി മെമ്പേഴ്സിനൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമാണ്, വീട്ടിലോട്ട് ആളുകളെ വിളിച്ച് ഹോസ്റ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ താല്പര്യപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പല പല കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നു, പഴയ റെസിപ്പീസ് ട്രൈ ചെയ്യുന്നു, പുതിയ റെസിപ്പീസ് എടുത്ത് ട്രൈ ചെയ്യുന്നു. അങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു സാധനം ഇൻവെൻറ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഒരിക്കലും അതൊരാളുടെ അടുത്ത് പോയിട്ട് ഈ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഡിഫിക്കൾട്ടാണ് കേട്ടോ എന്ന് നമ്മൾ പറയാറില്ല. അതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ ആ പ്രോസസ്സ് എൻജോയ് ചെയ്ത് ചെയ്യുന്നു എന്നത് തന്നെയാണ് ആദ്യത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ, ആ പ്രോസസ്സിൽ കൂടെ നമ്മൾ ചില പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, നമ്മൾ ഗ്രോ ആവുന്നു അല്ലെങ്കിൽ ഇവോൾവ് ആവുന്നു എന്നതുകൊണ്ടും കൂടെയാണ് നമ്മളതിനെ ഡിഫിക്കൾട്ട് എന്ന് പറയാണ്ട് ഐ എൻജോയ് കുക്കിംഗ് അല്ലെങ്കിൽ ഐ എൻജോയ് ഹോസ്റ്റിംഗ് പീപ്പിൾ എന്ന് നമ്മൾ അതിനെ പറയുന്നത്. അതിന് ഒരിക്കലും നമ്മൾ ഇത്രയും കാര്യങ്ങളുണ്ട് പക്ഷെ അത് ഡിഫിക്കൾട്ടാണ് എന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ലല്ലോ. സോ ഞാൻ പറഞ്ഞു വരുന്നത് ഇതേ ഫിലോസഫിയാണ് കേട്ടോ ലൈഫിൽ. നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ ഒരിക്കലും നമുക്ക് ലൈഫ് ഡിഫിക്കൾട്ടായിട്ട് തോന്നത്തില്ല. അല്ലെങ്കിൽ തോന്നിയാൽ തന്നെ നമ്മൾക്ക് അതിന് പറ്റിയ ഒരു എക്സ്ക്യൂസ് നമ്മൾ കണ്ടെത്തും. ഇപ്പോൾ ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ വർക്ക് ലൈഫിൽ നമുക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മളെ അതിൽ നിന്നും ജീവിതം പഠിപ്പിക്കുന്നത് ചിലപ്പോൾ ബൗണ്ടറീസ് ആയിരിക്കും. ചിലപ്പോൾ ഇന്ന രീതിയിൽ എൻ്റെ അടുത്ത് ബോസ് അല്ലെങ്കിൽ ചില കൊളീഗ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ ബൗണ്ടറീസ് ആയിരിക്കും ചിലപ്പോൾ ഞാൻ പഠിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഇങ്ങനെ റെക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും പഠിപ്പിക്കുന്നത് നമ്മുടെ അറ്റാച്ച്മെൻറ്റ് വൂൺസ് ആണ്. ഞാൻ 1-2 വീഡിയോയിൽ ഓൾറെഡി ആ ഇൻസെക്യൂർ അറ്റാച്ച്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞ വീഡിയോയിൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അറ്റാച്ച്ഡ് എന്ന ബുക്കിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എന്നും. എങ്ങനെയൊക്കെയാണ് നമുക്ക് ചെറുപ്പത്തിൽ തന്നെ ആ ഇന്നർ ചൈൽഡ് വൂൺസ് കാരണം നമുക്ക് ഫ്യൂച്ചറിൽ അറ്റാച്ച്മെൻറ്റ് വൂൺസ് വരുന്നതെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ലൈഫിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഓരോ പ്രോബ്ലംസ് വരുമ്പോൾ ചിലപ്പോൾ അത് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ അറ്റാച്ച്മെൻറ്റ് വൂൺസും നമ്മുടെ ഇന്നർ ചൈൽഡ് വൂൺസിനെ കുറിച്ചും ആയിരിക്കും. ആൻഡ് ഓൾസോ നമുക്ക് ഓരോ ഇൻസിഡൻറ്റ് നടക്കുമ്പോഴും നമ്മളതിനെ ഒന്ന് എന്താ പറയുക റീ ഇവാലുവേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ദാറ്റ് ചില പാറ്റേൺസ് റിപ്പീറ്റ് ആവുന്നുണ്ടല്ലോ. ഈ പാറ്റേൺസ് എപ്പോഴാണെന്നറിയോ റിപ്പീറ്റ് ആവുന്നത്? നമ്മൾ പാഠം പഠിക്കാത്തപ്പോഴാണ് പാറ്റേൺസ് റിപ്പീറ്റ് ആവുക. Until you learn a lesson, a certain pattern will keep on repeating. Certain kind of people അടുത്ത് നിങ്ങൾ അടിക്കടി ഇൻട്രൊഡ്യൂസ് ആവുക, അല്ലെങ്കിൽ certain kind of problems നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരിക്കുക. സോ ഈ പാറ്റേൺ റിപ്പീറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് യു ആർ നോട്ട് ലേണിംഗ് ദ ലെസൺ. വൺസ് യു ഹവ് ലേൺഡ് എ ലെസൺ ദാറ്റ് പാറ്റേൺ വിൽ നെവർ റിപ്പീറ്റ്. അതുപോലെ തന്നെ പലരും പേരൻസ് എസ്പെഷ്യലി പറയുന്നത് പേരൻറ്റിങ് ഈസ് സോ ഡിഫിക്കൾട്ട്, അല്ലെങ്കിൽ ഐ ഹാവ് എ വെരി ഡിഫിക്കൾട്ട് ചൈൽഡ്. സോ അത് നമ്മളെ പഠിപ്പിക്കുന്നത് അഗൈൻ നമ്മുടെ ഇന്നർ ചൈൽഡ് വൂൺസ് എന്താണെന്നുള്ളതിനെക്കുറിച്ചും. നമ്പർ 2, ചില ഫാമിലി ട്രോമാസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് നേരിട്ട് അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ച ചില കാര്യങ്ങൾ നമ്മൾ കുട്ടിയിലോട്ട് പകർന്ന് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല എന്നതിൻ്റെ ഒരു സിംബോളിസമായിട്ടാണ് നമുക്ക് ആ ഒരു ചൈൽഡിനെ തന്നേക്കുന്നത്. സോ ആ പേരൻറ്റിങ് എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കുന്നത്? വാട്ട് ഇസ് ദിസ് ചൈൽഡ് മേക്കിംഗ് മീ ഡു? ഫോർ എക്സാമ്പിൾ ഞാൻ ഒത്തിരി കാണുന്നൊരു കോമ്പിനേഷനാണ് ധാരാളം എക്സ്ട്രോവേർട്ടഡ് ആയിട്ടുള്ള പേരൻസിന് ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ചിൽഡ്രൻ വരിക, അല്ലെങ്കിൽ അങ്ങനെ വൈസ് വേഴ്സ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള പേരൻസിന് ഒത്തിരി എക്സ്ട്രോവേർട്ടഡ് കിഡ്സ് വരുന്നത്. സോ ഇതൊക്കെ നമ്മളുടെ ഓരോരോ സൈഡുകളെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഫോർ എക്സാമ്പിൾ ഷാഡോ സൈഡ് എന്ന് നമ്മൾ പറയും. അതായത് നമ്മൾ ഒരിക്കലും എക്സ്പ്ലോർ ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന നമുക്കിഷ്ടമില്ലാത്ത ഷാഡോ സൈഡിനെ കുറിച്ച് ഞാനൊരു വീഡിയോ എന്തായാലും ചെയ്യുന്നതാണ്. ആ ഷാഡോ സൈഡിനെ ആയിരിക്കും ചിലപ്പോൾ ആ പേരൻറ്റിങ് എക്സ്പീരിയൻസിൽ കൂടെ ആ കുട്ടി നമുക്ക് കാണിച്ചു തരുന്നത്.
ഷാഡോ വർക്കൊക്കെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി ചെയ്യുമ്പം 10-20 സെഷൻസൊക്കെ വേണ്ടി വരുന്ന കാര്യമാണ് നമ്മൾ ഈ പാരൻറ്റിങ്ങിൽ കൂടെ ദിനം ദിനം വീട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ അതായിരിക്കും ചിലപ്പം ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മൾ ആളുകളെ നഷ്ടപ്പെടുന്നത്, ഇപ്പോൾ മരണത്തിൽ കൂടെ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നതിൽ കൂടെ നമ്മളിപ്പോൾ നഷ്ടപ്പെടൽ എന്നൊരു കാര്യം അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏതിലാണോ? ഗ്രീഫിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ വേറൊന്ന് വൾണറബിലിറ്റിയോ എന്തിനകത്തും നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളെ ജീവിതം പഠിപ്പിക്കുന്നത് ഗ്രീഫ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ബിസിനസ് പാർട്ട്ണർ നമ്മളെ പറ്റിച്ച് പൈസയായിട്ട് കടന്നു കളയുകയാണ്, അല്ലെങ്കിൽ നമ്മളറിയാണ്ട് നമ്മുടെ ബിസിനസ്സിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടാവും. സോ എത്രത്തോളം നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം ലൈഫിൽ, അല്ലെങ്കിൽ ആളുകളുമായിട്ട് അടുക്കുമ്പോൾ അവരെ എത്രത്തോളം അനലൈസ് ചെയ്യണം എന്നതിനെക്കുറിച്ചായിരിക്കും. അല്ലെങ്കിൽ ബിട്രയൽ, ചതി എന്താണെന്നുള്ളത് പഠിക്കാനും അതിൽ കൂടെ എങ്ങനെ കടന്ന് വരണം, അല്ലെങ്കിൽ അതിൽ നിന്നും എങ്ങനെ പുറത്ത് വരണം എന്ന ഒരു ലേണിംഗ് ആയിരിക്കും ചിലപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റിയൽ ലൈഫിലായിക്കോട്ടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ നമുക്കിപ്പോൾ ബോഡി ഷേമിങ് വരികയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് കമൻറ്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ആൻ എക്സ്പീരിയൻസ് ടു ലേൺ മോർ അബൌട്ട് യുവർ സെൽഫ്. നീ ആരാണ്? ഡെസ്പൈറ്റ് നിൻ്റെ അടുത്ത് എറിയപ്പെടുന്ന കല്ലുകൾ മാറ്റി നിർത്തപ്പെട്ടാൽ നീ ആരാണ്? ബിയോണ്ട് ഓൾ ദാറ്റ്, ആ ഒരു ഷെയ്മിങ് എന്നൊരു ഫാക്ടർ എടുത്ത് മാറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ബോഡി ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഡിഫോമിറ്റി ഉണ്ട്, അതിനാണ് ഷെയ്ം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഡിഫോമിറ്റിയെക്കുറിച്ച് ആലോചിച്ച് നമ്മളിങ്ങനെ പോവുകയാണോ, അതോ ഡെസ്പൈറ്റ് പീപ്പിൾ ഷെയ്മിങ് മീ ഫോർ ദാറ്റ്, അതൊക്കെ കടന്ന് ഞാൻ ആരാണ് എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾക്കതിനെ കാണാമല്ലോ. ഇപ്പോൾ എനിക്കൊക്കെ എഗെൻസ്റ്റ് ആയിട്ട് 6 മാസത്തിലൊരിക്കൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ക്രിറ്റിസിസം, കമൻറ്റ്സ്, അങ്ങനെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കണ്ടൻറ്റിന് അഗെൻസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം, അല്ലാതെ അതിനെ തന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഓരോ തവണ വരുമ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യം വൈ ഈസ് ദിസ് ഹാപ്പനിങ് ടു മീ എന്നതല്ല, വാട്ട് ഈസ് ഇറ്റ് ടീച്ചിങ് മീ എന്നതാണ്. സോ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പം എനിക്ക് അതിനെ വേറൊരു പെർസ്പെക്റ്റീവിൽ കാണാൻ പറ്റാറുണ്ട്. ഓഫ് കോഴ്സ് ആദ്യമൊന്നും അങ്ങനെ ആയിരുന്നില്ല കേട്ടോ, ഇതൊക്കെ എഫക്റ്റീവായിരുന്നു. ഒത്തിരി വർഷങ്ങളെടുത്താണ് ചില ലേണിങ്സ് നമുക്ക് വരുന്നത്. അപ്പം ഇപ്പോഴൊന്നും അത്രത്തോളം എഫക്റ്റ് ചെയ്യാറില്ല. ബിക്കോസ് അതിൽ നിന്നും എനിക്കെന്ത് പഠിക്കാൻ പറ്റും? അപ്പം ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ഇന്ന വർക്ക് ചെയ്യണമല്ലേ, അതുകൊണ്ടല്ലേ എന്നെ എഫക്റ്റ് ചെയ്യുന്നത്, അപ്പോൾ അതും കൂടെ ചെയ്തേക്കാം എന്നും പറഞ്ഞ് ഞാൻ അടുത്ത ലെവലിലോട്ട് പോകാനാണത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പലരും പറയുന്നതാണ് ഐ എം ഫീലിംഗ് സ്റ്റക്ക് ഇൻ ലൈഫ്, എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഐ എം ഫീലിംഗ് വെരി സ്റ്റക്ക്. സോ അങ്ങനെ ഒരു സ്റ്റക്ക് ഫീലിംഗ് വരുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു ഹെൽത്തി പുഷ് നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ്. പുഷിങ് യുവർ ബൗണ്ടറീസ് എന്ന് പറയില്ലേ, ഓഫ് കോഴ്സ് നമുക്ക് ബൗണ്ടറീസ് ഒക്കെ ഉണ്ടാവണം, എന്നാൽ ചില രീതിയിലുള്ള ഹെൽത്തി ബൗണ്ടറീസ് നമ്മൾ പുഷ് ചെയ്താലേ നമുക്ക് അടുത്ത ലെവലിലോട്ട് കിടക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ചിലപ്പോൾ നമ്മളെ ഹെൽത്തി ആയിട്ടൊന്ന് പുഷ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടായിരിക്കും ആ സ്റ്റക്ക് ഫീലിംഗ് വരുന്നത്. അപ്പോൾ അത് വന്നാലല്ലേ നമ്മളതും പൊളിച്ച് എടുത്ത് നമ്മളത് ബ്രേക്ക് ഓപ്പൺ ചെയ്ത് നമ്മുടെ സോളിൻ്റെ പേർപ്പസ് എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്ന ചില സാഹചര്യങ്ങളായിരിക്കാം അത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഓരോ ഡിഫിക്കൾട്ട് സിറ്റുവേഷനും നമുക്കൊരു ടീച്ചിങ് മൊമെൻ്റാണ് തരുന്നത്, അല്ലെങ്കിൽ ഒരു ലേണിംഗ് മൊമെൻ്റാണ് തരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അൺലേണിംഗ് മൊമെൻ്റാണ് തരുന്നത്. ആൻഡ് ജീവിതത്തിനെ ഒരു വീഡിയോ ഗെയിമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരോ കടമ്പകൾ ഇങ്ങനെ കടന്ന് പോകുമ്പോഴാണല്ലോ നമുക്ക് അടുത്തടുത്ത ലെവലിലോട്ട് പോകാൻ പറ്റുക. സോ അങ്ങനെ ഒരു വീഡിയോ ഗെയിമായിട്ട് ഞാൻ അതിനെ കാണുമ്പോൾ ഐ എം ഫീലിംഗ് വെരി ഹാപ്പി ദാറ്റ് ഓൾ ദീസ് ഡിഫിക്കൽട്ടീസ് ആൻഡ് ചാലഞ്ചസ് ആർ കമ്മിങ് ടുവേർഡ്സ് മീ. ബിക്കോസ് ഇത് കാരണമാണ് ഞാൻ ലേൺ ചെയ്യുന്നത്, ഇത് കാരണമാണ് ഞാൻ അൺലേൺ ചെയ്യുന്നത്, ഇത് കാരണമാണ് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കുന്നത്. എവൻ ഓൾ മൈറ്റി എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് സിനിമയിൽ ഒരു ഡയലോഗുണ്ട്. അത് എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തൊരു ഡയലോഗാണ്. ഞാൻ ആ ഡയലോഗ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം, എന്നിട്ട് അതിനെക്കുറിച്ച് പറയാം. അതിൽ ഗോഡായിട്ടുള്ള ആൾ വിഷമിച്ചിരിക്കുന്ന ഒരു ലേഡിയോട്, ഫാമിലി ഇഷ്യൂസുള്ള ഒരു ലേഡിയോട് പറയുന്നതാണ്, ദൈവം നിങ്ങൾക്ക് പേഷ്യൻസ് പഠിപ്പിച്ചു തരണം എന്നുണ്ടെങ്കിൽ തരുന്നത് പേഷ്യൻസ് അല്ല, പേഷ്യൻ്റായിട്ട് ഡീൽ ചെയ്യാനുള്ള സിറ്റുവേഷൻസാണ്. അതുപോലെ കറേജ്, ധൈര്യം പഠിപ്പിച്ച് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്നത് കറേജ് അല്ല, ഒരു ക്യാപ്സ്യൂൾ ഫോമാറ്റിൽ കറേജ് അല്ല കയ്യിലോട്ട് ഇട്ട് തരുന്നത്, കറേജസ് ആയിട്ട് ബിഹേവ് ചെയ്യാനുള്ള സിറ്റുവേഷൻസാണ്. അതുപോലെ ഫാമിലി മെമ്പേഴ്സ് ക്ലോസ് ആയിരിക്കണം, ഈച്ച് അതറിനെ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുമ്പം കുറേ നല്ല ഫീലിങ്സ് അല്ല നമുക്ക് ഇട്ട് തരുന്നത്, ആ ഫാമിലിയെ ക്ലോസ് ആക്കാനുള്ള സാഹചര്യങ്ങളാണ്. സോ നിങ്ങൾക്ക് ജീവിതം ഡിഫിക്കൾട്ടാണെന്ന് തോന്നുമ്പോൾ മറിച്ച് അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്
എനിക്ക് ലേൺ ചെയ്യാൻ കിട്ടിയ ഒരു ലേണിംഗ് മൊമെൻ്റാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ഡിഫിക്കൽട്ടായിട്ടൊന്നും തോന്നത്തില്ല. അല്ലെങ്കിൽ തന്നെ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയാൽ തന്നെ നമുക്കതിനെ കടന്ന് വരാൻ അല്ലെങ്കിൽ കടന്ന് അപ്പുറത്തെ സൈഡിലോട്ട് പോകാൻ അതൊരു നല്ല മോട്ടിവേഷൻ, പ്രചോദനമായി തീരുകയുള്ളൂ. ഞാൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞോട്ടെ, നിങ്ങളുടെ ലൈഫ് പേർപ്പസ് എന്താണ്, അല്ലെങ്കിൽ സോൾ പേർപ്പസ് എന്തായിരിക്കാം. ലൈഫിൽ ഭയങ്കരമായിട്ട് സ്റ്റക്കായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ട്, അങ്ങ് മുമ്പോട്ടൊന്നും പോകുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ എല്ലാം പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഫീലിങ്സ് നിങ്ങൾക്കുള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി എൻ്റെ ആപ്പിൽ, മായാസമ ആപ്പിൽ ഒരു പുതിയ സെഷൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ടൈറ്റിൽ ലൈഫ് പേർപ്പസ് എന്നാണ്. അത് ഡൗൺലോഡ് ചെയ്ത് കേട്ട് നോക്കുക. എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓൾ ദി ബെസ്റ്റ്.